ഗുഡ് മോർണിംഗ് ഗൈസ്. കാസർഗോഡ് ആർസിറ്റിയുടെ 2024 വർഷത്തെ മൂന്നാമത്തെ വിപണന മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പ്രങ്ങാനം വനിതാവേദിയിലെ 35ഓളം വരുന്ന വനിതകൾക്ക് നൽകിയ 10 ദിവസത്തെ ഫാസ്റ്റ് ഫുഡ് ട്രെയിനിങ് കോഴ്സിൻ്റെ സമാപന ദിവസത്തോടനുബന്ധിച്ച് നടത്തിയ ഭക്ഷ്യ വിപണന മേളയാണ് ഇത്. ചീമേനിയിലെ പോലീസ് ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട അനിൽകുമാർ സാറാണ് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. വനിതകൾ നടത്തിയ ഈ പ്രോഗ്രാം വളരെ വിജയകരമായിട്ട് നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചെമ്പ്രങ്ങാനത്ത് പ്രവർത്തിച്ചു വരുന്ന അക്ഷര വായനശാലയുടെയും ചെമ്പ്രങ്ങാനം വനിതാവേദിയുടെയും ആഭിമുഖ്യത്തിലാണ് പ്രധാനമായും ഈ ഒരു പ്രോഗ്രാം നടത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിജയകരമായിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്തുവാൻ നമ്മുടെ ആർസിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. വനിതാവേദിയുടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ മെമ്പർ ശ്രീമതി ശ്രീജയാണ് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചത്. അതേപോലെ ഈ പരിപാടി അധ്യക്ഷത വഹിച്ചത് വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ കുഞ്ഞിക്കണ്ണൻ സാറാണ്. അതേപോലെ ഈ ഒരു പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ചീമേനി പോലീസ് ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട അനിൽകുമാർ സാറാണ്. ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശ്രീ ഗോപി VP ആണ്. അതേപോലെ വായനശാലയുടെ മെമ്പർ ശ്രീ K നാരായണൻ മാസ്റ്ററും കൂടിയാണ്. നടക്കുന്നത് 10 ദിവസമായി നിങ്ങൾ ഇവിടെ പഠിച്ച പാഠങ്ങൾ അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്ത വർക്ക് കണ്ണുകൊണ്ടോ കൈകൾ കൊണ്ടോ അല്ല അറിയുക, മറിച്ച് നാവ് കൊണ്ടാണ്. ചെറിയ കുട്ടികൾ പിറന്ന ഉടനെ കുട്ടികളെ ലോകം മനസ്സിലാക്കുന്നത് വായയിലൂടെയാണ്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ എന്ത് കിട്ടിയാലും ആദ്യം വായയിലെ കൊണ്ടുവന്ന ശീലം ഉള്ളത്. ശ്രീജ മേഡം, അധ്യക്ഷൻ കുഞ്ഞിക്കണ്ണൻ സർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനൊരു അവസരം നമ്മളെ ആർസിറ്റിക്ക് ഇങ്ങനൊരു അവസരം തന്ന ഇതിൻ്റെ, അതായത് ഇവിടെ ക്ലാസ് നടത്താനുള്ള അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് മോട്ടിവേഷനാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മോട്ടിവേഷൻ തന്നെയാണ്. കാരണം നമ്മളിത് സെക്കൻഡ് ഡേ, അതായത് എക്സാം കഴിഞ്ഞ് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് സെക്കൻഡ് ഡേ തന്നെ നമ്മളിത് ഇങ്ങനൊരു പ്രോഗ്രാം വെച്ച് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഹൈജീനിക്കായ രീതിയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതായത് സർ പറഞ്ഞത് നമ്മളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഹൈജീനിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം സംരംഭകരായിട്ട് മാറണം, ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ട് മാറണം, ഇത് വിപണനം ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറണം. പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് ഒരു സംരംഭമായിട്ട് തുടങ്ങാനും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അത് ഇന്നത്തെ ദിവസം കൂടി ഇവരുമായി ഒന്ന് സഹകരിച്ച് അവരുണ്ടാക്കിയ സാധനം നമ്മൾ ഇന്ന് ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു മേള നടത്തിയിടാം ചെമ്പ്രങ്ങാനത്ത് വെച്ച് നടത്തി. വളരെ വിജയകരമായിട്ട് തന്നെ അത് അവസാനിപ്പിച്ചു. എന്താ പറഞ്ഞാൽ ഇത്ര ഞാൻ വിചാരിച്ചിട്ട് അതിനും കൂടി എല്ലാം നല്ല ആൾക്കാരെല്ലാം നല്ല സഹകരണം ഉണ്ടായിനി. പിന്നെ നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും കുട്ടികളായാലും ഓരോരുത്തരും വന്നിട്ട് വാങ്ങിയത്. ഇത് ഇങ്ങനെ ഒരു പരിപാടി എങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. രജിത, നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉദ്യമി കോഴ്സ് കഴിഞ്ഞത്
അപ്പോൾ ചെമ്പ്രകാലത്ത് അതിൻ്റെ ഭാഗമായിട്ടൊരു മേള വെച്ചിട്ടുണ്ടായി. നമ്മളൊരു 5-6 വിഭവങ്ങൾ ഉണ്ടാക്കി. അത് നല്ല രീതിയിൽ സെയിൽസ് ആവുകയും ചെയ്തു. അപ്പോൾ ഇതൊരു പ്രചോദനമാണ്. ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഞങ്ങൾ തുടങ്ങും. എൻ്റെ പേര് ശാലിനി. നമ്മൾ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 10 ദിവസത്തെ ഫാസ്റ്റ് ഫുഡ് ഉദ്യമീൻ്റെ സ്റ്റാൾ ഉദ്യമീൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്നലായിട്ട് എക്സാം കഴിഞ്ഞു. ഇന്നിവിടെ ഒരു സ്റ്റാള് ഉണ്ടാക്കി. അതിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് അവർക്ക് പ്രസൻറ്റ് ചെയ്തു. നമ്മളെ എല്ലാ ഐറ്റംസും നന്നായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമായി തോന്നുന്നു. എല്ലാവരും ആ ഒരു ഇതിൽ നമ്മളെ ഇപ്പോൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ദീപ. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്റ്റാൾ ഇവിടെ കിട്ടിയത്. കാരണം നമ്മൾ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കാത്ത ഐറ്റംസാണ് ഇവിടെ പോയി ചിലവായത് തന്നെ. പാനിപ്പൂരി നമ്മൾ അങ്ങനെ പോകുന്നു നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായത് പാനിപ്പൂരിക്കാണ്. പാനിപ്പൂരി വാങ്ങാൻ വന്നവർ ചിലപ്പം കിട്ടാഞ്ഞിട്ടും തിരിച്ചു പോയവരുണ്ട്. പിന്നെ ബാഹുബലി, ഇത് രണ്ടും നമുക്ക് എങ്ങനെ കച്ചവടം ചെയ്യേണ്ടതെന്നില്ല ഏകദേശം ഒരു രൂപരേഖ നമുക്ക് ഇവിടുന്ന് കിട്ടിക്കാം. ശരിക്കും നമ്മൾ 10 ദിവസത്തെ എക്സാം കഴിഞ്ഞു. ഇന്നലെ എക്സാം കഴിഞ്ഞ് ഇന്നലെ പെട്ടെന്ന് നമ്മൾ സ്റ്റാൾ തുടങ്ങി. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല സക്സസ് ആവുകയും. അപ്പോൾ നല്ല വമ്പിച്ച വിജയമാണ് നമുക്ക് ഇന്നിവിടെ ലഭിച്ചത്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഒരു സംരംഭകരായി മാറും. അടുത്ത ഫംഗ്ഷനിൽ നമ്മൾ എന്തായാലും സ്റ്റാളിടും. സന്തോഷമായി.